നമസ്കാരം. മഴത്തോരുമുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീന പോവാണ് കേട്ടോ കുളത്തുപുഴയ്ക്ക്. അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബാലചന്ദ്രമേനോൻ. അതിനൊക്കെ ശേഷം സ്റ്റാൻലിയുടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ അലീന മാറ്റിയെടുക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിയുടെ ആ കർക്കശ സ്വഭാവവും ഭക്ഷണ കാര്യത്തിൽ വരെയുള്ള സ്റ്റാൻലിയുടെ പിടിവാശിയും ഒക്കെ അലീന മാറ്റാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം വേറൊരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മനുശങ്കർ അലീനയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്, കുളത്തുപുഴയിലേക്ക് ചെല്ലുക. അപ്പോൾ മനുശങ്കർ ചെന്ന് കഴിയുമ്പോഴേക്കിനും അത് അലീനയോട് മനുശങ്കർ തൻ്റെ ഇഷ്ടമൊക്കെ തുറന്ന് പറയുന്നുണ്ട്, അലീനയും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റാൻലി കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിക്ക് പക്ഷേ അതിനോട് വലിയ താല്പര്യമില്ല ഈ ബന്ധം തുടർന്ന് പോകുന്നതിന്. അങ്ങനെ മനുശങ്കറിനെ കുറിച്ച് സ്റ്റാൻലി ചില ഇമേജൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീന കുളത്തുപുഴയിലാണ് കേട്ടോ. 2-3 ദിവസം പൗലോസ് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. പൗലോസ് അവിടുത്തെ കുക്കായിരുന്നു നേരത്തെ. അങ്ങനെ പല രീതിയിലും ഭക്ഷണം വേസ്റ്റ് ആക്കുകയും അമിത ചെലവുകൾ ഉണ്ടാക്കുകയും ഇറച്ചിയും മീനും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ തലയൊക്കെ കയറ്റി വെച്ച് മുറിക്കുകയും അങ്ങനെ തലയും വാലും എല്ലാം ഒരുപാട് വെട്ടിയടിച്ച് കളയുകയും ഒരു ശകലം വേസ്റ്റ് വന്നാൽ പോലും അതെടുത്ത് കളയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പം അലീന പൗലോസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അലീന പറയുന്നുണ്ട് പൗലോസിനോട്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ കീളിപ്പറിച്ചെടുക്കാനൊക്കെ ആർക്ക് പറ്റും, അതിനൊന്നും പറ്റില്ല. ഇതൊക്കെ ഇപ്പോൾ വേസ്റ്റായി പോയി എന്ന് വെച്ചെന്താ, നായ്ക്കൾക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറയാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, നായ്ക്കൾക്ക് കൊടുക്കാൻ വേറെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇവിടെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് പകുതി എടുത്ത് ഓരോ ദിവസവും വേസ്റ്റാക്കി കളയുക, എന്നാൽ മിച്ചം വരുന്ന ഫുഡ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അത് ശരി, അതെ, ഇവിടുത്തെ സാറ് പിറ്റേ ദിവസം ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെച്ച സാധനമൊന്നും പിറ്റേ ദിവസം കഴിക്കില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം, ഇതാ ഇവിടുത്തെ ചിട്ടാന്ന് പറയാം. അപ്പോൾ അലീനയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അലീന ആദ്യമൊക്കെ ഇത് ക്ഷമിക്കുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ പാചകക്കാരോടൊക്കെ പറയുന്നുണ്ട്, അതെ ഞാനേ ആ സാറിൻ്റെ മോളാണെന്ന് പറയാണ്. അപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയേ, ശരിയോ, അതെ ഞാൻ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മോളാണ്, വിവാഹത്തിന് മുമ്പുണ്ടായ മോളാണ് ഞാനാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇങ്ങനെ ഇവിടെ ഭക്ഷണമൊന്നും വേസ്റ്റാക്കാൻ പറ്റില്ല, ഞാൻ പറയുന്ന പോലെയൊക്കെ പാചകം ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കാനൊക്കെ ചെന്നു എന്ന് കാണുമ്പോഴേക്കും അവിടുത്തെ പാചകക്കാരനായ പൗലോസ് അവിടുന്ന് പോവുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കുക്കാണ്, ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് പോലാണ് പോയിക്കൊണ്ടിരുന്നത്, സാർ അങ്ങനെയാണ് കഴിച്ചുകൊണ്ടും ഇരുന്നത്. ഇനിയിപ്പോൾ പുതിയൊരാൾ വന്നപ്പം നിയന്ത്രണത്തിനൊക്കെ വന്നപ്പം ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങ് പോവുകയാണെന്ന് പറയാം. അങ്ങനെ പൗലോസ് പിണങ്ങി പോവുക തന്നെ ചെയ്യാണ്. ഔതക്കുട്ടിച്ചായനോട് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പം 2-3 ദിവസത്തേക്ക് അലീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻലി ആ പിന്തുടരുന്ന ഭക്ഷണശീലങ്ങൾ തന്നെ നോക്കുകയാണ്. സ്റ്റാൻലിക്ക് പ്രത്യേക രീതിയിൽ പോർക്കും പോത്തും കോഴിയും ഇതെല്ലാം കറി വെച്ചത് വേണം, ഇതെല്ലാം കറി വെച്ച് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക, അതിൽ നിന്ന് 1-2 കഷ്ണം കൂട്ടുക, ബാക്കി എടുത്ത് കളയുക, അങ്ങനെയൊക്കെയുള്ള രീതികളായിരുന്നു. ആ രീതിയൊക്കെ തന്നെ സ്റ്റാൻലിയുടെ ഇഷ്ടത്തിന് 2-3 ദിവസത്തേക്കൊക്കെ അലീന പിന്തുടർന്നു. അതിനുശേഷം ഒരു ദിവസം സ്റ്റാൻലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ ഒന്ന് പറയാം, നല്ല ഭക്ഷണമാണെങ്കിൽ നന്നായിട്ടുണ്ടെന്നൊന്ന് പറയുന്നതിനോ അഭിനന്ദിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല, ചീത്തയാണെങ്കിൽ ഇവിടെ കിടന്ന് എന്തൊരു പുകിലായിരിക്കും, എന്തുമാത്രം കുറ്റമായിരിക്കും പറയുക, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയണം, ചീത്തയാണെങ്കിൽ ചീത്തയാന്ന് പറയണം എന്ന് അലീന പറയാണ്. അപ്പോൾ സ്റ്റാൻലി ഒന്ന് നേരെ നോക്കി ഇങ്ങനെ മുഖത്തേക്ക്, അലീനയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. നോക്കിയിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവുക ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ അവിടെയുണ്ട്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുകയാണ് കേട്ടോ അലീനയോട്, ദേ അവൻ്റെ നോട്ടം കണ്ടോ, അവൻ അതൊന്നും ഇഷ്ടപ്പെടില്ല, അവന് പ്രത്യേക തരം ശീലങ്ങളൊക്കെയാണ്, ആ ശീലങ്ങളാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാറും എന്ന് പറയുമ്പോൾ അലീന പറയാ, എന്നാലേ വലിപ്പച്ചൻ നോക്കിക്കോ, ഞാൻ ആ ശീലങ്ങളൊക്കെ അങ്ങ് മാറ്റാൻ പോവാണ്, ഇത്രയും നാളും കേണൽ സ്റ്റാൻലി ജോസഫ് അയാളുടെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത്, ഇനിയിപ്പോൾ ഈ അലീനയുടെ ഇഷ്ടത്തിന് ജീവിക്കും, ഇവിടുത്തെ ഭക്ഷണക്രമമൊക്കെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പോകുമെന്ന് പറയാം. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ അല്പം പേടിയോടെ പറയുന്നുണ്ട്, മോളെ അവനതിനൊക്കെ നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ വല്യപ്പച്ചൻ കണ്ടോ ഈ അലീന എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നിങ്ങനെ പറയുക. അതിനൊക്കെ ശേഷം അലീന ചെന്നിട്ട് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അതെ നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ, ഇഷ്ടമുള്ളത് എന്തായാലും അത് ഉണ്ടാക്കി തരാമെന്ന് പറയാം.
അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയാം, ദേ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഭക്ഷണമൊന്നും കഴിക്കാറ്. ഈ സ്റ്റാൻലി ജോസഫിന് എന്തെങ്കിലുമൊക്കെ മേശപ്പുറത്ത് കാണണം. അതിലെനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തങ്ങ് കഴിക്കും. അല്ലാതെ നേരത്തെ കാലത്തെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടൊന്നുമല്ല കഴിക്കുന്നത്. സ്റ്റാൻലി ജോസഫിന് എന്ത് കഴിക്കാൻ തോന്നുന്നു അപ്പോൾ അത് മാത്രം കഴിക്കും. അങ്ങനെ ഇവിടുത്തെ ശീലം എന്ന് പറയാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനത്തെ ശീലമൊന്നും ഇനി ഇവിടെ നടക്കുകയല്ല. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കി വെക്കും, അത് കഴിക്കണം. അല്ലാതെ എല്ലാ കൂട്ടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ കഷ്ണം വീതം സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് കുത്തിയെടുത്തിട്ട് ബാക്കി എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനോ, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയാം, അതിനെന്താ കുഴപ്പം, അതിന് നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഉണ്ട്, നഷ്ടമുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഈ അന്നത്തിനോട് ബഹുമാനം കാണിക്കാതെ വെറുതെ എടുത്ത് കളയുന്നതേ എനിക്ക് നഷ്ടമുള്ള കാര്യം തന്നെയാണെന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അതിന് നീ വിഷമിക്കേണ്ട. ഞാൻ ഈ പണം മുഴുവൻ ഉണ്ടാക്കിയതേ ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ മറ്റാരുടെയും പണം കൊണ്ടല്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചാണ് ഇതെല്ലാം സമ്പാദിച്ച് കൂട്ടിയത്. അതിൽ നിന്ന് നന്നായിട്ട് ആഹാരം കഴിക്കാനും ആവശ്യത്തിന് ചിലവാക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അലീന പറയാം, ആഹാ കൊള്ളാമല്ലോ, അങ്ങനെയൊക്കെയാണല്ലേ. എന്നാലേ സൊമാലിയയിലും എത്തോപ്യയിലും ഒക്കെ എത്രയോ മനുഷ്യരാ പട്ടിണി കിടക്കുന്നത്. നമ്മൾ ഈ ആവശ്യമില്ലാതെ വേസ്റ്റ് ബിന്നി കൊണ്ടിടുന്ന ഈ ഭക്ഷണങ്ങളെ അവർക്ക് സുഹൃതവാ. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ അവിടെയൊക്കെ എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ. അതുകൊണ്ട് ഇനി മുതൽ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന പരിപാടി ഇവിടെയില്ല. എന്തൊക്കെയാ മെനു എന്ന് വെച്ചാൽ അത് പറയുക, അതനുസരിച്ച് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കി തരും, അതങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലിക്ക് അതും അങ്ങ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ എന്നെ ഭരിക്കാൻ വേണ്ടി വരുവാണോ? ഈ സ്റ്റാൻലിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതങ്ങ് മാറണം. അല്ലാതെ നിന്നെ കണ്ട് പേടിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ. എങ്ങനെയായാലും ഇപ്പം ചില കാര്യങ്ങളൊക്കെ അലീന തന്നെ തീരുമാനിക്കും, അതങ്ങെൻ്റെ പപ്പ അനുസരിച്ചാൽ മതി എന്ന് പറയാണ് കേട്ടോ. അലീനയോട് പിന്നെ ഒന്നും മറുത്ത് പറയാൻ സ്റ്റാൻലിക്കില്ല കേട്ടോ. എത്രയോ വർഷങ്ങൾ എൻ്റെ മോള് അനാഥാലയത്തിൽ വളർന്നു. ആ സമയത്ത് എല്ലാ സുഖലോലുപതയോടും കൂടി ഞാൻ ജീവിച്ചു എന്നൊക്കെ ഓർക്കുമ്പോൾ സ്റ്റാൻലിക്ക് വളരെയധികം കുറ്റബോധം തോന്നുകയാണ്. എന്നിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാം. അപ്പോൾ ഔതക്കുട്ടി ചായ വന്നിട്ട് അലീനയോട് പറയാം, മോളെ കണ്ടില്ലേ, അവനതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ വല്ലോ ഇത് അവനോട് പറയായിരുന്നേ ഉണ്ടല്ലോ, ഈ എൻ്റെ കഴുത്തിന് മേലെ തല കാണില്ല, അപ്പനാണെന്നൊന്നും അവൻ വിചാരിക്കില്ല. മോള് പറഞ്ഞിട്ടാ അവൻ പഞ്ചപുച്ച അടക്കി ഇങ്ങനെ നിന്നത്. അപ്പം അലീന പറയാം, ഇനിയും വല്യപ്പച്ചൻ കണ്ടോ എന്തെല്ലാം മാറ്റങ്ങളാ ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് ഞാൻ നിർത്തും, അതൊക്കെ വല്യപ്പച്ചൻ കണ്ടോണെന്ന് പറയാൻ കേട്ടോ. മോളെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണേ, അവനൊരു കാണ്ടാമൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് അറിയാലോ എന്ന് പറയുക. ആയിക്കോട്ടെ, പപ്പ കാണ്ടാമൃഗമാണെങ്കിൽ ഞാൻ പിന്നെ ആരായിരിക്കും എന്ന് പറഞ്ഞ് അലീന പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈദ്യക്കുട്ടിച്ചായനുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോറിക്ഷ ഗേറ്റിന് വെളിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് മനുശങ്കർ, അതെ ഈ ഓട്ടോറിക്ഷ മുറ്റത്തേക്ക് കയറ്റില്ലേ എന്ന് ചോദിക്കുക. ഓട്ടോക്കാരൻ പറയാണ്, എൻ്റെ പൊന്നെ ആ വീട്ടിലെ ഒരു 10-20 നായ്ക്കളുണ്ട്, എല്ലാം കണ്ട കടിച്ച് കീറുന്നവയാ. അങ്ങനെയുള്ള ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ഓട്ടോ കൊണ്ട് നിർത്താനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അപ്പം മനു പറയാ, പ്രശ്നമാവോ, കടിച്ച് കീറുവോ, ഇതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ ആ നായ്ക്കൾ കടിച്ച് കീറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെ കടിച്ച് കീറിയതായിട്ടൊന്നും കേട്ടിട്ടില്ല, പക്ഷേ എന്നാലും ഒരു പേടിയുണ്ട് സാറേ എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് മനു അവിടെ ഓട്ടോയിൽ ഇറങ്ങാണ്. ഓട്ടോയിൽ ഇറങ്ങി പണമൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പം നായ്ക്കൾ കുര തുടങ്ങുകയാണ് കേട്ടോ. മനു ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോഴേ പട്ടികളെല്ലാം കൂടി കുരയ്ക്കുക. അപ്പോൾ അലീന പെട്ടെന്ന് ഇറങ്ങി നോക്കുവാണ് സിറ്റ് ഔട്ടിൽ. നോക്കുമ്പോൾ അലീന കാണുന്നത് മനുശങ്കർ വരുന്നതാണ് കേട്ടോ. അലീന ഓടിച്ചെല്ലുക, മനുവേട്ടാ എന്ന് പറഞ്ഞു ഓടിച്ചെല്ലുക. മനുവേട്ടൻ എന്താ ഇപ്പം ഇങ്ങോട്ട് എന്നൊക്കെ ചോദിക്കുമ്പം മനുശങ്കർ പറയാ, എന്താ നീ അവിടെ നിന്ന് പോകുന്നെന്ന് വെച്ച് നിന്നെ കാണാൻ എനിക്ക് ഇവിടെ വന്നൂടെ? അല്ല മനുവേട്ടൻ ഇങ്ങോട്ട് വരാൻ വഴിയൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അതൊക്കെ ഞാൻ ചോദിച്ചും പറഞ്ഞുമൊക്കെ വന്നു. എങ്ങനെയായാലും നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയപ്പം ഇവിടെ വരാതിരിക്കാൻ പറ്റുമോ? അല്ല ഞങ്ങളെയൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാം, എന്താ മനുവേട്ടൻ ഈ പറയുന്നത്? അങ്ങനൊന്നും അല്ല, മനുവേട്ടൻ വരുമെന്നൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചേനെ. ഇതിപ്പോൾ എന്താ ഒന്നും പറയാതെ മനുവേട്ടൻ വന്നത് എന്നൊക്കെ പരിഭവത്തോടെ പറഞ്ഞ് അകത്തേക്ക് മനുവിനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ അകത്ത് ചെല്ലുമ്പം ഔതക്കുട്ടിച്ചായൻ അവിടെയുണ്ട്. ഔതക്കുട്ടിച്ചായൻ മനുവിനെയും അലീനയും കൂടെ കാണുമ്പം ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ മനുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോഴേ ഔതക്കുട്ടിച്ചായന് എന്തോ തോന്നുന്നുണ്ട്. അപ്പം അലീന ഒന്നും മനസ്സിലാകാത്ത പോലെ ഔതക്കുട്ടിച്ചായനോട് പറയണേ, അതേ
വല്യപ്പച്ച, ഇതാ മനുവേട്ടൻ, അവിടെ അമ്മയുടെ ആങ്ങളയുടെ മോൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ മനുവേട്ടനെ കുറിച്ച്? അവിടെ എനിക്കുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് കമ്പനി മനുവേട്ടനായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഔതക്കുട്ടി ചായൻ, ആഹാ മോനെ, നീ അവിടെ നിന്ന് വരുവാണോ? നീ ഒരുപാട് ബുദ്ധിമുട്ടിയോ? എന്നാൽ നിനക്ക് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പം മനു പറയുന്നുണ്ടേ, അതൊന്നും കുഴപ്പമില്ല, ഇവളെ കണ്ടിട്ട് കുറച്ച് നാളായി, വിളിച്ചിട്ടും കുറച്ച് ദിവസങ്ങളായി. എന്നാൽ അലീന താമസിക്കുന്ന വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഇവൾ കുറച്ച് നാൾ താമസിച്ചതല്ലേ, അപ്പോൾ ഇവളുടെ സുഖവിവരങ്ങളൊക്കെ ഇവിടെ വന്നൊന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നതെന്ന് പറയാം. അപ്പോഴേ ഔതക്കുട്ടി ചായന് എന്തൊക്കെയോ ഇത് തോന്നുവാണ്, ഇവർ തമ്മിൽ എന്തോ നല്ല കണക്ഷൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഔതക്കുട്ടി ചായൻ പറയുന്നുണ്ട്. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയാ. അല്ല വല്യപ്പച്ച, ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും വെള്ളം എടുക്കാം. മനുവേട്ടൻ ഈ സമയത്തല്ലേ വന്നത്? ആ, ഉച്ചയൊക്കെ ആയല്ലോ, മനുവേട്ടൻ ഒരു നാരങ്ങ വെള്ളം എടുക്കാം എന്നും പറഞ്ഞ് അലീന അകത്തേക്ക് പോവാണ്. എന്നിട്ടൊരു നാരങ്ങ വെള്ളമൊക്കെ എടുത്തിട്ട് വരിക. എന്നിട്ട് മനുവിൻ്റെ കയ്യിലൊന്നും ഒന്ന് ഔതക്കുട്ടി ചായൻ്റെ കയ്യിലും കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും നാരങ്ങ വെള്ളം കുടിക്കേ എന്ന് പറയുക. എന്നിട്ട് മനുവേട്ടൻ ഇവിടെ ഇരിക്കും, നമുക്ക് കുറച്ചൊക്കെ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിടിച്ചവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് മനുവിനോടായിട്ട് പറയാ, മനുവേട്ടാ, ഇത് എൻ്റെ വല്യപ്പച്ചൻ, അറിയാലോ, കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ അച്ഛൻ ഔതക്കുട്ടി ചായൻ. ആ ആ വല്യപ്പച്ചനാണല്ലേ എന്ന് പറയുകയാണേ. അതെ, വല്യപ്പച്ചനാ, നിങ്ങളെന്താ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് ഔതക്കുട്ടി ചായൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പം ഉടനെ മനു ചോദിക്കുന്നുണ്ട്, അതെ അലീനെ, ഈ വല്യപ്പച്ചൻ എങ്ങനെ ആള്? അപ്പം അലീനെ പറയാ, എൻ്റെ പൊന്നു മനുവേട്ടാ, എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി വന്ന ആളാ. ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ വന്ന പാടെ പറപ്പിക്കാൻ വേണ്ടി ആ വല്യപ്പച്ചൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് എന്നെ കണ്ട വല്യപ്പച്ചൻ ഫ്ലാറ്റായി എന്ന് പറയാം. അപ്പോൾ മനു ചോദിക്കുക, അതെന്താ? അല്ല, ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോഴേ വല്യപ്പച്ചന് തോന്നിയത് വല്യമ്മച്ചി ചിന്നമ്മ ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുന്ന പോലെ തന്നെ. എൻ്റെ ഷേപ്പും എൻ്റെ മുഖഭാവവും എൻ്റെ സംസാരവും ശബ്ദവും എല്ലാം വല്യമ്മച്ചിയുടേതുപോലെ തന്നെയാണെന്നാണ് വല്യപ്പച്ചൻ പറയുന്നത്. അതുകൊണ്ട് വല്യപ്പച്ചൻ ഫ്ലാറ്റായി. സ്വന്തം കൊച്ചുമോളാണെന്ന് മനസ്സിലാക്കി ചിന്നമ്മയെപ്പോലെ തന്നെ ഇരിക്കുന്ന എന്നെ ആട്ടിപ്പായിക്കാൻ വല്യപ്പച്ചന് തോന്നിയില്ല. എൻ്റെ ചിന്നമ്മ പണ്ട് എങ്ങനെയിരുന്നോ അതുപോലെയാണ് അലീനമോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞൊഴുകി. ഒരു കണക്കിന് ഞാനിപ്പം വെല്ലുമ്മച്ചിയെക്കുറിച്ച് ഓർത്ത് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വെല്ലുമ്മച്ചിയെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് വെല്ലുമ്മച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. ആ വെല്ലുമ്മച്ചിയുടെ മുഖഷേപ്പും അതുപോലെ സൗന്ദര്യവും ആ ശബ്ദവും വരെ എനിക്ക് തന്നില്ലേ. അതുകൊണ്ടല്ലേ ഇന്ന് ഞാനിവിടെ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞ മനുവേട്ട, നമ്മൾ ഈ ലോകത്ത് ഈ ജന്മത്തിന് എത്ര പേരോടാണ് കടപ്പെട്ടിരിക്കുന്നതല്ലേ എന്നൊക്കെ പറയാം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ആട്ടെ നിൻ്റെ പപ്പ എവിടെ? അല്ല, പപ്പ അകത്ത് മുറിയിലുണ്ട് മനുവേട്ട, മനുവേട്ടനെ കൊണ്ട് ഞാൻ കാണിക്കാമെന്ന് പറയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അല്ല പപ്പ എങ്ങനെയാണ്? പപ്പായുടെ സ്വഭാവമായിട്ട് നീ യോജിച്ച് പോകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പപ്പ ഒരു പരുക്കൻ സ്വഭാവമാണ്, പക്ഷേ എല്ലാവരോടും നല്ല സ്നേഹമാണ്. എന്നോട് ഭയങ്കര കാര്യമാണ്. ഇത്രയും വർഷം എന്നെ കാണാതിരുന്നതിൽ പപ്പായ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. എല്ലാവരോടും പപ്പായ്ക്ക് ദേഷ്യമാണെങ്കിലും എന്നോട് സ്നേഹ എന്ന് പറയാം. വാ മനുവേട്ടാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നേരെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നിട്ട് സ്റ്റാൻലിയോട് പറയുക, പപ്പ ദേ ഇത് കണ്ടോ, മനുവേട്ടൻ അവിടുന്ന് വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സ്റ്റാൻലി മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മനു ഹലോ എന്ന് വെക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ശരി ഓക്കെ. അപ്പം മനു പറയുക, ഞാൻ അലീനയുടെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. അങ്കിളിനോട് ചോദിച്ചപ്പം അങ്കിൾ പറഞ്ഞതനുസരിച്ച് ആ അഡ്രസ്സ് തേടിപ്പിടിച്ച് ഞാനിവിടെ എത്തിയതാ. അലീന പോന്നു കഴിഞ്ഞ് പിന്നെ അലീന താമസിക്കുന്ന വീടും ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതെന്ന് പറയുമ്പം ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, ശരി ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരിയാ മനുവേട്ടാ, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം, മനുവേട്ടൻ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഒക്കെ ഇവിടുന്ന് വൈകിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അല്ല അലീനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ അവിടുത്തെ അച്ഛൻ ബാലചന്ദ്ര മേനോനാണോ ഇവിടുത്തെ പപ്പ സ്റ്റാൻലി ജോസഫാണോ നല്ലത്? അവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെയും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെന്ത് ചോദ്യം മനുവേട്ടാ, അവിടുത്തെ അച്ഛനാണെങ്കിൽ വേറൊരു സ്വഭാവം, ശാന്ത സ്വഭാവം, എല്ലാവരോടും സ്നേഹത്തോടും മര്യാദയോടും കൂടി പെരുമാറുന്ന സ്വഭാവം, എന്നോട് ഒരുപാട് സ്നേഹം. എന്നാൽ പപ്പ എങ്ങനെയല്ല, എല്ലാവരോടും ദേഷ്യം, കർക്കശ സ്വഭാവം, പക്ഷേ എന്നോട് ഒരുപാട് സ്നേഹ. കടുംപിടുത്തത്തിൽ കൂടിയാണേലും എന്നെ നന്നായിട്ട് പപ്പ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ഒരു രീതിയിലല്ല രണ്ട് രീതിയിലാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ സ്നേഹമുള്ളവരാ, രണ്ടുപേരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം.
അപ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, നിനക്കിവിടെ സുഖമാണല്ലേ എന്ന് പറയാം. പിന്നെ എനിക്കിവിടെ നല്ല സുഖമാണ് എന്ന് പറയാണ് കേട്ടോ. വാ മനുവേട്ടാ, എൻ്റെ മുറി കൂടി ഞാൻ മനുവേട്ടനെ കാണിച്ചു തരാമെന്ന് പറയാം. അങ്ങനെ മുറി കൊണ്ടുപോയി കാണിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മനു ഞെട്ടിപ്പോവാണ്. മനു പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നീ ഇവിടെ ഒരു രാജകുമാരിയെ പോലെയാണല്ലോ. ഇതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലെ റൂം പോലൊക്കെ ഉണ്ടല്ലോ. ഇത്രയും നല്ലൊരു രീതിയിലാണോ നീ ജീവിക്കുന്നതെന്ന് ചോദിക്കുക. പലീന പറയാ, അതെ, ഞാനിവിടെ രാജകുമാരിയെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഇത്രയും വർഷം ഞാൻ ഈ വീട്ടിലില്ലായിരുന്നെങ്കിലും ഇവിടെ ഞാനിപ്പോൾ ഒരു രാജകുമാരിയെ പോലെയാണ് മനുവേട്ടാ. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാവോ? അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ കൂടെ ജീവിക്കാൻ ഓരോ ദിവസവും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ദൈവമായിട്ട് അത് ഓരോന്നും എനിക്ക് തന്നുകൊണ്ടിരിക്കുക എന്ന് പറയണം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്നെ കാണാതിരിക്കാൻ തോന്നിയോന്ന് ചോദിക്കുമ്പം ഉടനെ അലീന പറയുന്നുണ്ട്, അതെന്താ മനുവേട്ടാ അങ്ങനെ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അല്ല നിന്റെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം മാറിപ്പോയിട്ടുണ്ട് അലീനെ. അവിടെ ഉണ്ടായിരുന്ന നീ അല്ല എന്ന് പറയാ. നെടുമ്പറമ്പിൽ വീട്ടിലെ വേലക്കാരിയായിരുന്ന നീ അല്ല ഇവിടുത്തെ രാജകുമാരിയല്ലേ നീ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയാ, ശരിയാ മനുവേട്ട, അതൊക്കെ മാറേണ്ടതല്ലേ. ഇവിടെ ഞാൻ ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ്. അതിൻ്റെ അധികാരം എനിക്ക് ഈ വീട്ടിലുണ്ട് താനും. ഈ വീട്ടിൽ എനിക്ക് അങ്ങനെ ഒരു അധികാരം ഉള്ളപ്പം ഞാനത് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാ. മനു പറയാ, ശരിയാ, മാറ്റമൊക്കെ ആവശ്യമാണ് എന്ന് പറയാം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പപ്പായുടെ ഭാര്യയും മക്കളും വരാറില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയാം, അവർ നേരത്തെ എപ്പോഴോ വന്നിട്ട് പോയി, അവരങ്ങനെ വരാറില്ല. എനിക്ക് അങ്ങനെ ചില ലക്ഷ്യങ്ങളും കൂടി ഉണ്ട് മനുവേട്ടാ. അവരെ എല്ലാം പപ്പായുമായിട്ട് ഒന്നിച്ച് ചേർത്ത് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ന് പറയാണ്. എന്നിട്ട് മനുവിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മനുവിനോട് പറയാം, മനുവേട്ടാ നമുക്ക് എസ്റ്റേറ്റിലേക്കൊന്ന് പോകാം, തോട്ടത്തിൽ പോയി അതൊക്കെ മനുവേട്ടനെ ഒന്ന് കാണിച്ചു തരാം എന്ന് പറയാണ്. എന്നിട്ട് ബൈജുവിനോട് അലീന പറയാണ്, അതെ വണ്ടി എടുക്കുമെന്ന് പറയാം, തോട്ടത്തിലൊക്കെ ഒന്ന് മനുവേട്ടനുമായിട്ട് പോകാനാന്ന് പറഞ്ഞ് ബൈജു വണ്ടി എടുക്കുകയാണ്. അലീനയുടെ ഈ മാറ്റങ്ങളൊക്കെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് മനു. അങ്ങനെ ബൈജുവിൻ്റെ കൂടെ വണ്ടിയിൽ അലീനയും ഔതക്കുട്ടിച്ചായനും മനുവും കൂടി പോവാണ്. അങ്ങനെ കുളത്തൂപ്പുഴയിലെ തോട്ടവും എസ്റ്റേറ്റും അതുപോലെ തന്നെ പുകപ്പുരയും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അലീന. എല്ലാം വിശദീകരിക്കുകയാണ്, ഇതാണ് കുളം, അതാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുകയാണ് മനുവിന്. മനു പറയാ, കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. നിൻ്റെ പപ്പ ഒരു എസ്റ്റേറ്റ് മുതലാളി കൂടിയാണല്ലേ, കേണൽ മാത്രമല്ല. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അലീനയെന്ന് പറയാം. അങ്ങനെ എല്ലാം കാണിച്ചൊക്കെ കൊടുത്തിട്ട് തിരിച്ച് സന്ധ്യയോടുകൂടി അവർ തിരിച്ചെത്തുകയാണ് വീട്ടിൽ. അങ്ങനെ എത്തിക്കഴിയുമ്പോഴേക്കും മനുവിന് പോകാനായിട്ടുള്ള തിടുക്കമൊക്കെ ആവുകയാണ്. അപ്പം മനു അലീനയോട് സംസാരിക്കുകയാണ്. അലീനെ, നീ അങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മനു ചോദിക്കുകയാണ്, രേവതിക്കുട്ടിയുടെ കാര്യം കേട്ടോ. രേവതിക്കുട്ടി നിന്നെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട്, ഇടയ്ക്കൊക്കെ അവൾ വിളിക്കാറുണ്ട്. അവളിപ്പം എല്ലായിടത്തും ടൂറിലാണല്ലോ, ഓരോ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. മാമച്ചായൻ അവളെയും കൊണ്ട് ടൂറിൽ പോയിരിക്കുകയാണല്ലോ എന്ന് പറയാം. അപ്പം മനു പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയാം. അപ്പോൾ അലീന പറയും, അതൊക്കെ ഗ്രേസമ്മയും മാമച്ചായനും കൂടി ഇനി തീരുമാനിക്കുന്നത്. അവർ സ്വന്തം മകളെ പോലെയാണ് അവളെ കൊണ്ട് നടക്കുന്നത്. അവരിപ്പോൾ ടൂറിലൊക്കെയാ, അവർ സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും മനു ചോദിക്കുകയാണ്, അവരൊന്നും വിളിക്കാറില്ലേ, രോഹിത് നിന്നെ വിളിക്കാറില്ലേ എന്ന് ചോദിക്കുക. രോഹിത്തും വിളിക്കാറുണ്ട്, ബബിതയും എല്ലാവരും വിളിക്കാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായി വിളിക്കുകയും എല്ലാ വിശേഷങ്ങളും പറയുകയും ചെയ്യാറുണ്ട് അവരെന്നൊക്കെ അലീന പറയാം. അപ്പം മനു പിരിഞ്ഞു പോകാൻ നേരം ഒരു നല്ല വിഷമമുണ്ടല്ലോ മനുവിന്. മനു ഉടനെ തന്നെ അലീനയെ ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീനെ, നിൻ്റെ മനസ്സിലെന്താ? എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റുന്നില്ല. നീ ഇവിടെയാണെങ്കിലും ഇനി നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വേദന അതെൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാം. അപ്പോൾ അലീന വിങ്ങിപ്പൊട്ടുവാണേ. അലീനയുടെ കണ്ണുനീര് മനുവിൻ്റെ കയ്യിൽ വീഴുകയാണ്. ഇത് നമ്മുടെ സ്റ്റാൻലി കാണുന്നുണ്ട്. അപ്പോഴേക്കും ഔതക്കുട്ടിച്ചായനും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അലീന കരയുന്നത് കണ്ട് ഉടനെ മനുശങ്കർ ചോദിക്കുന്നുണ്ട്, അതെന്താ അലീനെ നീ കരയുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മനുവേട്ട, എൻ്റെ മനസ്സിലൊരു കൊളുത്തുന്ന വിങ്ങൽ പോലെ തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മനുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുമോയെന്ന് എനിക്കും പേടിയുണ്ട്. ഇതൊന്നും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചല്ല മനുവേട്ട എന്ന് പറയുമ്പം മനു അലീനയെ ചേർത്ത് നിർത്തുകയാണ്. അതിനുശേഷം യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ബൈജുവിനോട് പറയുന്നുണ്ട് അലീന മനുവിനെ കുളത്തുപുഴ ടൗണിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാനായിട്ട്. അങ്ങനെ ബൈജുവിൻ്റെ കൂടെ വണ്ടിയിൽ കയറി മനു പോവാണ്. അലീന ഗദ്ഗതത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മനു പോകുന്നത്.
അങ്ങനെ അലീനയും മനുവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളലൊക്കെ വരാൻ പോവാണ്. സ്റ്റാൻലി ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവാണ് അക്കാര്യത്തിൽ. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്